Hello everyone and let's begin the fun battle of Once Upon a Time. അമൃത ടെലിവിഷനും RP എന്റർടൈൻമെന്റ്സും ചേർന്ന് അവതരിപ്പിക്കുന്ന ഈ ഒരു യൂണീക് സ്റ്റാൻഡപ്പ് കോമഡി ഷോയിലേക്ക് എല്ലാ പ്രിയമുള്ള പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുന്നു. Once Upon a Timeന്റെ ഫൺ വാരിയർ the one and only രമേശ് പിഷാരടിയെ സ്വാഗതം ചെയ്യുകയാണ്. Let's welcome രമേശ് ഏട്ടൻ. ലോറൽ ആൻഡ് ഹാർഡി പോലെ രമേശ് ചേട്ടൻ ഉണ്ടെങ്കിൽ ഒപ്പം ധർമ്മജൻ ചേട്ടനും ഉണ്ടാവും. So let's welcome ധർമ്മജൻ ബോൾഗാട്ടി. ചേട്ടന്മാരെ, ഞാനിപ്പോൾ ലോറൽ ആൻഡ് ഹാർഡി എന്ന് പറഞ്ഞു. ലോകം അറിയപ്പെടുന്ന കോമഡി കോംബോ ആണ്. അവർക്കിടയിൽ ഒരു വലിയ കോംബോ കെമിസ്ട്രി ഉണ്ടെന്ന് പറയും. എനിക്ക് തോന്നിയിട്ടുള്ളത് നിങ്ങളും അവരെ പോലെ തന്നെയാണ്. ലോകം ഇഷ്ടപ്പെടുന്ന മലയാളികൾ ഒരുപാട് നെഞ്ചോട് ചേർത്തിട്ടുള്ള ഒരു കോമഡി കോംബോ ആണ്. നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് അല്ലെങ്കിൽ ഇതുപോലെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നിങ്ങളെ പറ്റി? ഇതൊക്കെ അറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ഞങ്ങളെ കാണുമ്പോൾ ആൾക്കാർ പറയാറുള്ളത് നിങ്ങൾ ഭയങ്കര കെമിസ്ട്രിയാണെന്ന് പറയാറുണ്ട്. പക്ഷേ ഞങ്ങളങ്ങനെ വലിയ കെമിസ്ട്രി ഒന്നുമില്ല. എൻ്റെ ഒരു സ്വഭാവവും പിഷാരയുടെ സ്വഭാവമായിട്ട് വളരെ വ്യത്യാസമുള്ളതാണ്. എനിക്ക് ഇഷ്ടപ്പെടുന്ന കറി ആയിരിക്കില്ല അവന് ഇഷ്ടപ്പെടുന്ന കറി. ഞങ്ങളുടെ വേഷവിധാനം തന്നെ അവൻ്റെ ഒരു ടേസ്റ്റ് അല്ല എൻ്റെ ടേസ്റ്റ്. പക്ഷെ എന്തോ പോസിറ്റീവും നെഗറ്റീവും കൂടി കൂടിയപ്പോൾ ബൾബ് കത്തി എന്ന് പറഞ്ഞ പോലെയാണ് ഞങ്ങളുടെ ഒരു കൂട്ടം. മനസ്സിന്റെ ഒരു ഇണക്കമാണോ? അതാണ്. അങ്ങനെ ഇതുവരെ വഴക്കിടേണ്ടി വന്നിട്ടില്ല. ഇതുവരെ വഴക്കിട്ടിട്ടില്ല. ഇതുവരെ വഴക്കിട്ടില്ല. നമ്മൾ പറഞ്ഞില്ല, ഞങ്ങൾ ഇതുവരെ കാര്യമായ വഴക്കുകൾ ഇട്ടിട്ടില്ല. മാത്രമല്ല ഞങ്ങൾ തമ്മിൽ ഈ പറഞ്ഞ പോലെ എത്ര ചേർച്ചയില്ലെങ്കിലും ഞങ്ങൾക്ക് തമ്മിൽ എത്ര അങ്ങോട്ടും ഇങ്ങോട്ടും മണിക്കൂർ കണക്കിന് കുറ്റം പറഞ്ഞാലും ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നമില്ല. എല്ലാം കഴിഞ്ഞിട്ട് പിന്നെയും കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങുമായിരുന്നു. ധർമ്മജൻ ഇപ്പൊ പറഞ്ഞില്ലേ നെഗറ്റീവും പോസിറ്റീവിനെ കുറിച്ച്. ശരിക്കും ധർമ്മജൻ പോസിറ്റീവും പിഷാരൻ നെഗറ്റീവും എന്നാണ് ഉദ്ദേശിച്ചത്. അടിപ്പിക്കാൻ നോക്കണ്ട. ഞങ്ങൾ തമ്മിൽ അങ്ങനെ വഴക്കുണ്ടാക്കാനായിട്ട് നോക്കിയിട്ട് കാര്യമില്ല. ആ പരിപാടി നടക്കൂല. എന്തായാലും ഞാൻ ബി പോസിറ്റീവാണ്. അതിന്റെ ബ്ലഡ് ഗ്രൂപ്പ് അതാണ് ധർമ്മന്റെ. ഞങ്ങൾ ഇവിടുന്ന് തിരുവനന്തപുരത്ത് ഷൂട്ടിങ്ങിന് പോകുന്ന ഒരു സമയത്ത് രാവിലെ അവിടെ എത്തിക്കഴിഞ്ഞാൽ രാത്രി വോൾവോ ബസ്സിന് പോയി തുടങ്ങി. പിന്നെ വോൾവോ ബസ്സിന് പോയി തുടങ്ങി കഴിഞ്ഞപ്പം ഞങ്ങൾ അവിടെ രാത്രി ഒരു 2 മണിക്കോ 3 മണിക്കോ ഒക്കെ എത്തിയ പിന്നെ ഒരു 9 മണിക്കൊക്കെയാണ് ഷൂട്ടിങ്. ഈ ഒരു 4 മണിക്കൂർ ഞങ്ങൾ കെട്ടിപ്പിടിച്ച് കിടന്നൊരു ഉറക്കം ഉണ്ടായിരുന്നു. ഏകദേശം 5-6 വർഷം ഇവന് ഞാനും കൂടെ. അയാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഭാര്യമാരെ കൂടി കിടന്നേക്കാളും കൂടുതൽ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. ഒരു കാര്യം ചെയ്യട്ടെ, നിങ്ങൾ രണ്ടുപേർക്കും പരസ്പരം ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യം, ഇഷ്ടമില്ലാത്തൊരു കാര്യം? ധർമ്മജനെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ധർമ്മജൻ ഒന്നും അങ്ങനെ ഉള്ളിൽ സൂക്ഷിച്ച് പെരുമാറുന്ന ഒരാളല്ല. തോന്നുന്നത് അപ്പം തന്നെ പറയും, അപ്പം തന്നെ ചെയ്യും എന്നുള്ളതാണ് ധർമ്മജന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം. പിന്നെ വളരെ സിൻസിയറാണ്. ധർമ്മനെ കണ്ടാൽ ചിലപ്പോൾ നമുക്ക് കുഴപ്പക്കാരനാണെന്നൊക്കെ ചിലർക്കൊക്കെ തോന്നും. അങ്ങനെ പറഞ്ഞവരുണ്ട്. പക്ഷേ ഇന്നർ പേഴ്സണലായിട്ട് വളരെ മര്യാദയുള്ള, വളരെ സിൻസിയർ ആയിട്ടുള്ള. അതിന് ഏറ്റവും മകുടോദാഹരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനില്ലാത്ത സമയത്ത് ധർമ്മജനോട് ആരെങ്കിലും എന്നെ പറ്റി കുറ്റം പറഞ്ഞാൽ ധർമ്മനെ സമ്മതിക്കില്ല. തിരിച്ചും ചില ആൾക്കാർ അങ്ങനെ പറയുമല്ലോ, വന്നിട്ട് കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത് ഇതുവരെ എത്ര വലിയ ആൾ പറഞ്ഞാലും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അതിനെ ഓട്ടോമാറ്റിക്കലി ബോധപൂർവ്വം ചെയ്യുന്നതല്ലാതെ സമ്മതിക്കാറില്ല. ധർമ്മനെ പറ്റി എന്നോട് വന്ന് പറഞ്ഞാൽ ഞാനും എതിർക്കാറുണ്ട്, എന്നെ പറ്റി അവനോട് പറഞ്ഞാൽ അവനും എതിർക്കാറുണ്ട്. അങ്ങനെ ഒരു സിൻസിയർ ആയിട്ടുള്ള മനുഷ്യനാണ് ധർമ്മജൻ. എനിക്ക് പിഷുവിൻ്റെ കയ്യിൽ തോന്നിയിട്ടുള്ളത് ഭയങ്കര കൃത്യനിഷ്ഠയാണ്, ഭയങ്കര ഓർമ്മശക്തിയാണ്. ഒരു സ്ഥലത്ത് 10 മണിക്ക് എത്താമെന്ന് പറഞ്ഞാൽ അത് കൃത്യമായിട്ട് എത്തിയിരിക്കും. ചെയ്യാം എന്ന് പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്തിരിക്കും. അത് അതിന് ഒരു താമസം വെക്കലില്ല. ഏറ്റാൽ ഏറ്റതാണ്, ചെയ്തിരിക്കും. അതാണ് എൻ്റെ ഒരു ഇഷ്ടപ്പെട്ടൊരു സ്വഭാവം എന്ന് പറഞ്ഞാൽ അതാണ്. പിന്നെ എനിക്ക് അത്രയ്ക്ക് വലിയ ഓർമ്മശക്തി ഇല്ലാത്ത ആളാണ്. ഷാരടിക്ക് ഭയങ്കരമായിട്ട് എല്ലാ കാര്യങ്ങളും ഒരു കോമഡി അവിടെ പറയണമെന്നുള്ളത് എടുത്തു വെച്ചിട്ടുണ്ടാവും. അത് തലേന്ന് നാവിൻ്റെ തുമ്പിലേക്ക് വരേണ്ട താമസമുള്ളൂ. അത്രയും പെട്ടെന്ന് ഒരു കൗണ്ടർ അടിക്കാനൊക്കെയുള്ള കഴിവുകൾ, അതാണ് എന്നെ ഭയങ്കര അത്ഭുതപ്പെടുത്തിയിട്ടുള്ളത്. അത് ഞങ്ങൾ ഉണ്ടായ ഷോയിനൊക്കെ ഞാൻ കണ്ടിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് ഇപ്പോൾ ഡയാന ഒരു കാര്യം പറയണമെങ്കിൽ അതിൻ്റെ കൗണ്ടർ ആലോചിച്ചപ്പോൾ തന്നെ തലേന്ന് എടുത്ത് നേരെ നാവിലേക്ക് ഇട്ടിട്ട് പ്രസന്റ് ചെയ്യും. അതൊരു വലിയ കാര്യം. ഈ സന്ദർഭത്തിൽ ഒരു അനുഭവം പറഞ്ഞില്ല. ഞാൻ ധർമ്മനും കൂടെ ഒരു മുറിയിലിരിക്കുമ്പോൾ ഞങ്ങളുടെ ഒരു പൊതു സുഹൃത്തുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിളിക്കും. വെറുതെ ഒക്കെ വിളിച്ച് സംസാരിക്കുന്ന ഞങ്ങൾക്ക് 2 പേർക്കും വ്യക്തമായിട്ട് അറിയാവുന്ന ഒരാളാണ്. ഒരു ദിവസം ഞാനും ധർമ്മനും ഒന്നിച്ചിരിക്കുമ്പോൾ ഇദ്ദേഹം വിളിച്ചു. ഇപ്പോൾ സ്പീക്കർ ഇട്ടേക്കാണ്. ഞാൻ സ്പീക്കർ ഇട്ട് വിളിച്ചിട്ട് പുള്ളിക്കാരൻ എന്നോട് ചോദിച്ചു, എവിടെ ഉണ്ട് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ റൂമിലിരിക്കുകയാണ്. ധർമ്മജൻ ചേട്ടൻ എവിടെ ഉണ്ട്? അവനെ പറ്റി എന്നോട് മിണ്ടരുത്, വെറുതെ പറഞ്ഞു. ഉണ്ട് പുള്ളി നേട്ടാ അല്ല ഞാൻ പറഞ്ഞു ഞാൻ ഇത്രയും നാൾ ഞങ്ങൾ ഒന്നിച്ച് കിടന്നിട്ട് ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് അവൻ്റെ ഒരു വർത്താനം ഉണ്ടായിരുന്നു. അവനൊരു വലിയ വർത്താനം, അവനെ എന്നെ വളർത്തിയെന്നൊക്കെ അവിടെ ഇവിടെയൊക്കെ പറഞ്ഞ് നടക്കുന്നു എന്ന് ഞാൻ അറിഞ്ഞു. എനിക്കത് തീരെ പിടിച്ചില്ല. ഞങ്ങൾ അതിൻ്റെ പേരിൽ ഒരു രക്ഷയില്ല എന്നൊക്കെ പറഞ്ഞ ഉടനെ പുള്ളി അപ്പുറന്ന് അതെന്ത് വർത്താനാണ് പുള്ളി പറഞ്ഞത്? രമേശ് ചേട്ടനല്ലേ പുള്ളീനെ ആദ്യം കൊണ്ടുവന്നതും ഒന്നിച്ചൊരു പരിപാടി ചെയ്തുകൊണ്ട് പുള്ളി അങ്ങനെ വന്ന വഴി നമ്മൾ മറക്കാൻ പാടില്ലെന്നൊക്കെ എന്നോട് കുറേ പറഞ്ഞു. ഫോൺ കട്ട് ചെയ്തു. ഉടനെ തന്നെ എനിക്ക് ഫോൺ വരുന്നു. ഉടനെ തന്നെ ചേട്ടാ എവിടെ ഉണ്ട് എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനിവിടെ വേറെ സ്ഥലത്ത് നിൽക്കണേണ്. പിഷാരടി എവിടെ ഉണ്ട്? പിഷാരനെ പറ്റി എന്നോട് ചോദിക്കാനൊന്നും വേണ്ട.
അവൻ്റെ കാര്യം എന്നോട് പറയാൻ വേണ്ട. അവനിപ്പോൾ ഇത്തിരി ജാടയും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഞാനായിട്ട് ഇപ്പോൾ അധികം വലിയ സംസാരമൊന്നുമില്ല, വിളിയും പറച്ചിലൊന്നുമില്ല. അങ്ങനെ അതെന്താ പറയുക, നിങ്ങൾ ഭയങ്കര കൂട്ടായിരുന്നില്ല, പിന്നെ എന്താ ഇങ്ങനെ ഇങ്ങനെ വഴക്കിടാൻ? അല്ല, ചേട്ടനില്ലായിരുന്നെങ്കിൽ അവനൊന്നും ആവൂലല്ലോ. അതെ, ചേട്ടനില്ലായിരുന്നെങ്കിൽ പിഷാരുടെ അങ്ങനെ ഉണ്ടാകാൻ വഴിയില്ലല്ലോ. പിന്നെന്താ, ഒരു ചേട്ടനല്ല അതിൻ്റെ ഒരു വലിയ ഘടകം എന്ന് പറയണത്. അപ്പോൾ പിന്നെ നിങ്ങൾ എന്തിനാ ഇങ്ങനെ വഴക്കിടണം? ആ പുള്ളി അങ്ങനെ കാണിക്കുന്നത് ശരിയല്ലല്ലോ. ആ പുള്ളിനൊന്ന് കണ്ട് പറഞ്ഞ് നിങ്ങൾക്ക് പ്രശ്നങ്ങളൊക്കെ തീർക്കാൻ പാടില്ലേ എന്നൊക്കെ ചോദിച്ചു. പറഞ്ഞാൽ ഞാൻ പ്രശ്നം തീർക്കുന്ന പരിപാടിയില്ല, ഞാനിനി അവനായിട്ട് ഇതില്ല. അടുത്ത എപ്പിസോഡ് എന്നാ ചേട്ടാ? അപ്പോൾ നമ്മൾ അടുത്ത ആഴ്ചയാണ്. എന്നൊരു കാര്യം ചെയ്യാം, എന്തായാലും പിഷാരടി ചേട്ടനില്ലല്ലോ, ഞാൻ വന്നാലോ? ഇത് രണ്ടും ഞങ്ങൾ ഒരു റൂമിലിരുന്ന് ഞങ്ങൾ രണ്ടുപേരും ലൗഡ് സ്പീക്കറിട്ട് കേൾക്കുക. നമ്മൾ ഈ ഒരു കോണ്ടസ്റ്റ് പറയണം, അതായത് ഒരു ഉദാഹരണത്തിന് രാജീവ് ഗാന്ധിയെ വധിച്ച ആൾക്ക് രാജീവ് ഗാന്ധിയുമായിട്ട് ഒരു വ്യക്തിപരമായ വിദ്വേഷമല്ല, മറ്റു പല കാരണങ്ങളാണ്. അപ്പം നമ്മൾക്കൊരു ബലമുള്ള ആൾക്ക് നിങ്ങളെ ശാരീരികമായി കീഴ്പ്പെടുത്താം എന്ന് പറയുന്നത് പോലെ തന്നെ നിങ്ങളെ മാനസികമായിട്ട് നിങ്ങളെക്കാൾ ബലമുള്ള ആൾക്കും ഇല്ലാത്ത ആൾക്കും സ്വാധീനിക്കാൻ പറ്റും. നമ്മളോട് പലരും വന്ന് പലരെ പറ്റി പറയും, പല തരത്തിൽ പറയും. നമ്മളുടെ മനസ്സിൽ മറ്റൊരാളെ പറ്റി ഉണ്ടാകുന്ന ഇമേജുകൾ വേറൊരാൾ പറയുന്നത് കേട്ടതാവുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ സ്വഭാവം മാറിപ്പോവും. നമ്മൾ ഫിക്സ് ചെയ്യണം നമ്മളോട് ഒരാൾ എങ്ങനെ പെരുമാറി, ഒരാൾ എന്താണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. വേറൊരാൾ ഒരുപാട് പറഞ്ഞു കേൾക്കാൻ നിന്നാൽ അത് അവൻ്റെ അനുഭവങ്ങളാണ് പറയുന്നത്. പല സൗഹൃദങ്ങളും നശിക്കുന്നതിനകത്ത് മൂന്നാമതൊരു ശക്തിക്ക് വലിയ പങ്കുണ്ട്. സൗഹൃദങ്ങളിൽ എന്ത് പ്രശ്നമുണ്ടെങ്കിലും പരസ്പരം പറഞ്ഞു തീർക്കുക, മൂന്നാമതൊരാളെ ഇടപെടുത്താതിരിക്കുക എന്നുള്ളതാണ് ഈ അവസരത്തിൽ പറയുന്നത്. എന്നാൽ പിന്നെ നമുക്ക് മത്സരം തുടങ്ങാം. ഇന്നത്തെ കണ്ടസ്റ്റന്റ്സിനെ സ്വാഗതം ചെയ്യുന്നു. We have Melvin and Asif. Once upon a time, once upon a time, once upon a time, once upon a time. Welcome Melvin, welcome Asif. Karmeta Asif and this is Melvin. മെൽവിൻ, ആസിഫിനോട് ഡാൻസ് കളിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ പുലികളിക്കൊക്കെ തോക്കായിട്ട് നടക്കൂലേ, അതേപോലത്തെ ഒരു ആക്ഷൻ. എന്തായിരുന്നു ആസിഫേ അത് ആ ആക്ഷൻ? ഈ ഓണത്തിന് ഞാൻ പുലിക്കളി ഉണ്ടാവും, അപ്പം ഞാൻ മറ്റേ തോക്ക് പിടിക്കുന്ന സാധനമാണ്. അതങ്ങനെ കളിച്ചിട്ട് ഇപ്പം എന്ത് ഡാൻസ് കളിക്കുമ്പോൾ ഞാനിങ്ങനെ സ്ഥിരമായിട്ട് പുലികളിക്ക് തോക്ക് പിടിക്കാറുണ്ട്. അതെ. ഓക്കെ, എന്നാ തുടങ്ങാം. ഓക്കെ, തുടങ്ങുന്നതിന് മുൻപ് ഇതെന്താ ഈ കോട്ട് ലുക്ക് സോ ഡിഫറെന്റ്? ഇത് പഴയ ഒരു ഡെനിം ജാക്കറ്റ് ആയിരുന്നു. അപ്പോൾ ഈ ഫ്ലവർ ഞാൻ തന്നെ കസ്റ്റമൈസ് ചെയ്ത ഒരു ഇയാള് വരച്ചാണോ? ഞാൻ വരച്ചതാണ്. കുറച്ച് പഴയ സാധനം യൂസ് ചെയ്യാതെ കിടപ്പുണ്ട്. എന്താണിത്? അവന് കുറച്ച് പഴയ സാധനം യൂസ് ചെയ്യാതെ കിടപ്പുണ്ട്. ആ പഴയ കോമഡി മുഴുവൻ പുള്ളി കൊണ്ടുവന്നിട്ടുണ്ട്, അതിപ്പോ നമുക്ക് തരും, അതാണോ ഉദ്ദേശിച്ചത്? അതല്ല കോസ് തീറ്റ, ടാൻ തീറ്റ, കൊസീക് തീറ്റ, സീക് തീറ്റ അതെല്ലാം പഠിച്ചതല്ലാതെ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. അതെ, എന്ന് പറഞ്ഞ പോലുള്ള സാധനങ്ങൾ ഇറങ്ങി. എന്തായാലും കോട്ടിൽ വരച്ചത് ഗംഭീരമായിട്ടുണ്ട് കേട്ടോ, സൂപ്പർ ആയിട്ടുണ്ട്. സൂപ്പർ. ഓക്കെ, we start the performance. നിങ്ങൾ ധൈര്യമായിട്ട് ചെയ്തോ, ഒന്നും ആരെ പേടിക്കൊന്നും വേണ്ട, ഇവരൊന്നും പേടിക്കണ്ട, എന്നെ മാത്രം പേടിച്ചത്. കാരണം ആ 2:30 ടൈം കഴിഞ്ഞാൽ വിസലടിച്ച് നശിപ്പിച്ചോളൂ. ആരാണ് ആദ്യത്തെ പെർഫോമൻസ്? ആദ്യം ചെയ്യുന്നത് ആസിഫാണ്. Here we go, please. കാസർഗോഡ് കുംബ്ല എന്നൊരു സ്ഥലത്താണ് ഞാനുള്ളത്. അപ്പോൾ കുംബ്ല എന്ന് പറഞ്ഞാൽ ആർക്കും അറിയില്ല, പക്ഷേ ഇന്ത്യൻ ഇതിഹാസം അനിൽ കുംബ്ലെ എല്ലാവർക്കും അറിയാം. ധർമ്മചേട്ടനെ അനിൽ കുംബ്ലേനെ അറിയാം? പിന്നെ അറിയാം. പുള്ളി ഇന്ത്യക്ക് വേണ്ടി എത്ര ഗോൾ അടിച്ചിട്ടുണ്ട്? പുള്ളി അതിന് ഹോക്കി പ്ലെയർ അല്ലേ? അപ്പോൾ ഈ കുംബ്ലയിൽ നിന്നാണ് ഞാൻ വരുന്നത്. അപ്പോൾ ഈ കുംബ്ലേൻ്റെ അടുത്ത് എസ് ഇംഗ്ലീഷ് മീഡിയം എന്ന് പറഞ്ഞ ഒരു സ്കൂളുണ്ട്. ഒരു മിനി ഓക്സ്ഫോർഡാണ്. അതായത് കോമ്പൗണ്ടിൽ കാലുകുത്തിയാൽ ഇംഗ്ലീഷ് മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ. മലയാള ഭാഷയുടെ പിതാവ് എഴുത്തച്ഛനായാൽ പോലും ഇംഗ്ലീഷ് പഠിപ്പിച്ച് അവിടുന്ന് വിടും. മലയാളം ക്ലാസ് വരെ ഇംഗ്ലീഷിലാണ് എടുക്കാറ്. മലയാളം സംസാരിച്ചാൽ ഫൈനാണ്. ഞാനൊക്കെ 50 രൂപ കൊടുത്തിട്ടാണ് കണക്ക് ഭാഷ വന്നിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നത്. ടീച്ചർമാർ എന്നെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. അതായത് ക്ലാസ്സിൽ ഇരിക്കാൻ സമ്മതിക്കുന്നില്ല. അപ്പോൾ എന്നോട് പറയും, നീ നാളെ വരുമ്പോൾ അച്ഛനെ കൊണ്ടുവന്ന് ക്ലാസ്സിൽ കയറിയാൽ മതി. അങ്ങനെ ഇത് പതിവായി. ഒരു ദിവസം എന്നോട് അച്ഛൻ പറഞ്ഞു, എടാ ആസിഫെ, നീ സ്കൂളിൽ പോകുന്ന നിർത്തിക്കോന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്താ വെച്ചാൽ അങ്ങനെ പറയാൻ കാരണം? അല്ല, ഇപ്പോൾ നിന്നേക്കാൾ കൂടുതൽ അറ്റൻഡൻസ് എനിക്കാണ്. ഇനി ഇതിൻ്റെ പേരിൽ എൻ്റെ ഫീസും അവർ മേടിക്കും. 2 പേരെ പഠിപ്പിക്കാനുള്ള പൈസ എൻ്റെ കയ്യിലില്ല. ഈ സ്കൂളിൻ്റെ അടുത്താണ് ഗോകുലേട്ടൻ്റെ ഹോട്ടൽ. അതായത് ഗോകുലേട്ടൻ്റെ ഹോട്ടലും വീടും ഒന്നിച്ചാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്നാണ് ഭക്ഷണം കഴിക്കുന്നത്. ഗോകുലേട്ടൻ ആളൊരു സൈക്കോയാണ്. ഗോകുലേട്ടൻ്റെ വിചാരം ഞാൻ ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ ഈ സായിപ്പന്മാരെല്ലാം പട്ടിണി കിടന്ന് ചത്തേനാന്നാണ് പുള്ളിയുടെ വിചാരം. ഞങ്ങൾ അവിടെ കഴിക്കുന്നതുകൊണ്ടാണ് പുള്ളിയും കുടുംബവും പട്ടിണിയില്ലാതെ ജീവിക്കുന്നത്. ഞങ്ങൾ അവിടെ നിന്ന് ഒരു ദിവസം
പൊറോട്ടയും ബീഫ് കഴിച്ചോണ്ടുണ്ട്. അപ്പോൾ ഗോകുലേട്ടൻ ഒരു 4 വയസ്സുള്ള മകനുണ്ട്. അവൻ ഇങ്ങനെ വന്നിട്ട് ഞങ്ങളെ നോക്കുന്നുണ്ട് കഴിക്കുന്നത്. അങ്ങനെ നോക്കി എന്നിട്ട് പറഞ്ഞ് അച്ഛാ എനിക്കും വേണം അവർ കഴിക്കുന്ന സാധനം. ഗോകുലേട്ടൻ ഒറ്റ അടി, നിന്നോട് പറഞ്ഞിട്ടല്ലടാ ഇവിടുത്തെ ഭക്ഷണം കഴിക്കണ്ട, ഇവിടെ ഒന്നും സാധനം കൊള്ളൂല, വീട്ടിൽ പോയി കഴിക്കണം. ഓക്കെ, ടൈം ഇനി ബാക്കിയുണ്ട്. മിത്സുക്കി അടുത്ത ആളിലേക്ക് പോകുന്നു. മെൽവിൻ. എല്ലാവർക്കും നമസ്കാരം. ഞാനിവിടെ സംസാരിക്കാൻ പോകുന്നത് എൻ്റെ നാട്ടിലെ മോനിച്ചൻ ചേട്ടനെ പറ്റിയാണ്. മോനിച്ചൻ ചേട്ടൻ നല്ലൊരു കൂട്ടുകൂതിക്കാരനാണ്. ഒരിക്കൽ മോനിച്ചൻ ചേട്ടൻ മോനിച്ചൻ്റെ സുഹൃത്തായ ആൻ്റപ്പച്ചൻ്റെ വീട്ടിൽ ചെന്നു. അപ്പോൾ ചെല്ലുമ്പോൾ ആൻ്റപ്പച്ചനെ കുളിക്കുകയാണ്. അപ്പോൾ ആൻ്റപ്പച്ചനെ കുളിക്കേണ്ട തക്കത്തിൽ ആൻ്റപ്പച്ചൻ്റെ മകൻ അവിടെ നിന്ന് മാറി സ്മോ അടിക്കണേ. അപ്പോൾ അന്ന് 1-ാം തീയതി സാധനം കിട്ടാനില്ല. അപ്പോൾ മോനിച്ചൻ ചേട്ടൻ ചോദിച്ചു, എടാ മോനെ എനിക്കൊരു 2 പെഗ് തരുമോ? അപ്പോൾ അവൻ പറഞ്ഞു, ഒന്ന് പോടുന്നു, ഞാൻ കാശ് കൊടുത്ത് വാങ്ങിച്ച സാധനമാണ്, ബ്ലാക്കിൽ മേടിച്ചാണ്, തനിക്കറിയാൻ പറ്റില്ല. അപ്പോൾ മോനിച്ചേട്ടൻ പറഞ്ഞു, എടാ വെറുതെ വേണ്ട, ഞാൻ എനിക്ക് 250 രൂപ വെച്ചൊരു പെഗിന് തരാം, എനിക്ക് 2 പെഗ് തന്നാൽ അതിന് ഒരു 500 രൂപ എടുത്ത് പുള്ളി മേശപ്പുറത്ത് വെച്ച്. അപ്പോൾ അവന് കണ്ടില്ല, അവനാകെ 400 വാങ്ങിച്ച കുപ്പിയാണ്. അവൻ 2 പെഗ് വെച്ച് കൊടുത്ത്. പുള്ളിക്കാരൻ 2 പെഗ് അടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ആൻ്റപ്പച്ചേട്ടൻ കുളിയും കഴിഞ്ഞ് വന്നു. അപ്പോഴത്തേക്കും മോശം പറയാം, ആൻ്റപ്പാ ഞാൻ ഇന്നലെ വാങ്ങിച്ച 500 അല്ലേ, ഇതേ മോൻ്റെ കൊടുത്തിട്ട് മേടിച്ചു. അതാണ് മോനിച്ചൻ ചേട്ടൻ. ഈ മോനിച്ചൻ ചേട്ടൻ നാട്ടിൽ തെങ്ങും പറമ്പുണ്ട്. നല്ല 100-150 തെങ്ങൊക്കെയുള്ള ഒരു വലിയ പറമ്പാണ്. അപ്പോൾ പറമ്പിൽ തേങ്ങ ഇടാൻ സമയമായി. അപ്പോൾ പുള്ളിക്കാരൻ തേങ്ങ ഇടാൻ ആളെ അന്വേഷിച്ചപ്പോൾ നല്ല കൂലിയായിരിക്കണം. മോനിച്ചേട്ടൻ പിശുക്കനായോണ്ട് കൊടുക്കൂല. മോനിച്ചേട്ടൻ ഒരു അടവ് ചെയ്ത്. അപ്പം അന്ന് ഓണമൊക്കെ ആയി വരുന്ന സമയമാണ്. അപ്പോൾ ആ മോനിച്ചേട്ടൻ പറമ്പിൻ്റെ മുമ്പിൽ ഫ്ലെക്സ് അടിച്ച് ഓണത്തോടനുബന്ധിച്ച് മോനിച്ചൻ നടത്തുന്ന പ്രത്യേക മത്സരം, തേങ്ങയിടൽ മത്സരം. ഏറ്റവും കൂടുതൽ തേങ്ങയിടുന്ന ആൾക്ക് 1001 രൂപ സമ്മാനം. ഇത് അറിഞ്ഞപ്പോഴേക്കും ഞങ്ങളുടെ നാട്ടിലെ സകല ചെറുപ്പക്കാരും കൂടി ഓടി വന്ന് സകല തെങ്കിലും തേങ്ങ ഇട്ട് കൊടുത്ത്. അങ്ങനെ 10,000 രൂപ കൂലി കൊടുക്കേണ്ട പരിപാടി 1000 രൂപക്ക് മോനിച്ചേട്ടൻ എഴുതി. ഈ മോനിച്ചൻ ചേട്ടന് ഒരു അയൽക്കാനുണ്ട്, ദാമോദരൻ ചേട്ടൻ. അപ്പോൾ പുള്ളിക്കാരെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് പണിക്കൊന്നും പോകില്ല. പുള്ളിക്കാരൻ്റെ പണിയെന്ന് പറഞ്ഞാൽ ഈ വീടിൻ്റെ അപ്പോൾ മോനിച്ചൻ്റെ തൊട്ടടുത്ത ഇയാളുടെ വീട്. ഇയാൾ ഫുൾ ടൈം നമ്മുടെ മോനിച്ചൻ്റെ പറമ്പിലേക്ക് നോക്കിക്കൊണ്ടിരിക്കും, അവിടെ എന്താ നടക്കണം, അവിടെ ആരൊക്കെ വന്ന് പോകണത്. അപ്പോൾ ഇയാളുടെ ശത്രുവാണ്. ഇത് മോനിച്ചേട്ടൻ കാണുന്നുണ്ട്, പക്ഷേ അത് പുള്ളി മൈൻഡ് ചെയ്യുന്നില്ല. നാട്ടുകാർ പറഞ്ഞെങ്കിലും പുള്ളി ചിരിച്ചു കളയണേ. അപ്പോൾ ഒരു ദിവസം നമ്മുടെ ദാമോദരൻ ചേട്ടൻ മരിച്ചു കഴിഞ്ഞപ്പോൾ മരിപ്പിന് നമ്മുടെ മോനിച്ചേട്ടൻ വന്നിട്ട് പറഞ്ഞു, വളരെ ഉപകാരമുള്ള മനുഷ്യനായിരുന്നു. അപ്പോൾ എല്ലാവരും പറഞ്ഞു, ഇവന്ത് ഉപകാരം, 1 മണിക്ക് പോകുമ്പോൾ ഇയാളെ കൊണ്ട് എന്ത് ഉപകാരം? ഈ ഉപകാരം മനസ്സിലായത് ദാമോദരൻ ചേട്ടൻ മരിച്ച് പിറ്റേ ദിവസം മോനിച്ചൻ ചേട്ടൻ പുള്ളിയുടെ പറമ്പിൽ CCTV ക്യാമറ പിടിപ്പിച്ച്. അതുവരെ പുള്ളി CCTV ആയിട്ട് ഉപയോഗിച്ചത് പുള്ളിനെയാണ്. അപ്പോൾ ഞങ്ങളുടെ നാട്ടിലൊരു പലിശക്കാരനുണ്ട്, ഷിബുവിൻ്റെ അടുത്ത ദിവസം മോനിച്ചൻ ചേട്ടൻ ചെന്നു. അപ്പോൾ ചെന്നിട്ട് പറഞ്ഞ്, ഷിബു എനിക്കൊരു 2000 രൂപ കടം വേണം. ഷിബുവണ്ണൻ ഇവൻ ഇയാൾ ഉടായി പറയാമെന്നൊരു ഷിബുവണ്ണൻ പറഞ്ഞ്, തനിക്കങ്ങനെ വെറുതെ തരാൻ പറ്റില്ല, എന്തെങ്കിലും പണയത്തിനാണ് പൈസ തരാമെന്ന്. അപ്പോൾ മോനിച്ചൻ പറഞ്ഞ്, കാരണം ചെയ്യാൻ ഞാൻ വന്ന എൻ്റെ കാറുണ്ട്, 8 ലക്ഷം രൂപയുടെ കാറാണ്, അതിവിടെ പണയത്തിനാണ് കേട്ടോ. എന്നിട്ട് താൻ 2000 രൂപ വന്നതിന് 2000 രൂപ കൊടുത്ത് പൈസ മേടിച്ച് മോനിച്ചൻ ചേട്ടൻ പോയി. ഒരു മാസം കഴിഞ്ഞപ്പോൾ പുള്ളി വന്നു, കറക്റ്റായിട്ട് 2000 രൂപയും അതിൻ്റെ പലിശ 200 രൂപയും കൊടുത്ത് തിരിച്ചു പോന്നു. അപ്പോൾ മോനിച്ചൻ്റെ കൂട്ടുകാരൻ ചോദിച്ചു, തനിക്കെന്ത് പ്രാന്തോട് 8 ലക്ഷം രൂപ വണ്ടി കൊടുത്തിട്ട് പണയം വെച്ചിട്ട് 2000 രൂപ അടിക്കാൻ? എടാ എനിക്ക് പൈസ ഒന്നും വേണ്ട, ഞാനും എൻ്റെ ഫാമിലിയും കൂടെ 1 മാസത്തേക്ക് ടൂർ പോകാൻ. അപ്പോൾ ഈ വണ്ടി വീട്ടിൽ നിന്ന് സേഫ് അല്ല, ഏതെങ്കിലും പേൻ പാർക്കിംഗ് കൊണ്ടിട്ടാൽ നല്ല 10,000 രൂപ വാടക കൊടുക്കേണ്ടി വരും. ഇതാകുമ്പോൾ 200 രൂപ എൻ്റെ വണ്ടി സേഫായിട്ട് ഇവിടെ കിട്ടും. ഓക്കെ, ഇനി ആസിഫ്. പണ്ടൊക്കെ നമ്മളുടെ ഇഷ്ടപ്പെട്ട ജി പാർലേജി ആയിരുന്നു. എന്നാൽ ഇന്ന് 4Gയും 5Gയും ഒക്കെയായി. മലയാളികൾക്ക് ഇൻസ്റ്റാഗ്രാമിലൂടെ പുതിയൊരു ജിയും കൂടി കിട്ടി, പാലാജി. അപ്പോൾ ഇൻസ്റ്റാഗ്രാം തുറന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഫാഷൻ ഇൻഫ്ലുവൻസറാണ്, എല്ലാവരും ഫാഷൻ ഇൻഫ്ലുവൻസറാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഇൻസ്റ്റാഗ്രാം തുറന്നു നോക്കിയപ്പോൾ ഒരു പയ്യൻ ഫാഷൻ ഇൻഫ്ലുവൻസറും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ച് അവൻ്റെ ഒന്ന് അക്കൗണ്ടിൽ പോയി നോക്കാം. കള്ളിമുണ്ടും ബനിയനും ഇട്ട് തെങ്ങുമ്മേ ചാരിയെന്ന് ക്യാപ്ഷൻ ഇട്ടിരിക്കുന്നു, ഫോളോ ദി ഫാഷൻ, ഡോണ്ട് ഫോളോ ദി പീപ്പിൾ. ഫാഷൻ ഈസ് സ്റ്റാൻഡ് അബൌട്ട് ബോഡി ലാംഗ്വേജ്. അപ്പോൾ ഇപ്പോൾ ടെക്സ്റ്റൈൽ ഷോപ്പിൽ പോയിട്ട് ഒരു ഷർട്ട് പീസ് എടുക്കാൻ പറ്റാത്ത അവസ്ഥയായി. കാരണം വെച്ചാൽ ഏതെങ്കിലും സ്കൂളിൻ്റെ യൂണിഫോം ആയിരിക്കും. അതായത് LKGക്ക് ഒരു യൂണിഫോം, ഹൈസ്കൂൾ, UP, LP അങ്ങനെ ഓരോ ക്ലാസ്സിനും ഓരോ യൂണിഫോം ആയിരിക്കും. അപ്പോൾ ഒരു ദിവസം എൻ്റെ പെങ്ങൾക്ക് തീരെ വയ്യ. അവൾക്ക് ഒരു LKG പഠിക്കുന്ന ഒരു മകനുണ്ട്. അപ്പോൾ മകൻ്റെ പാരൻസ് മീറ്റിംഗ് ആണ്. പെങ്ങൾ എന്നോട് ചോദിച്ചു, നിനക്ക് പിന്നെ സ്കൂളിൽ പോകാൻ പറ്റുമോ എന്ന് ചോദിച്ചു. പാരൻസ് മീറ്റിംഗ് ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, അതിനെന്താ പോവാം, പക്ഷേ ഈ കോലത്തിൽ പോകാൻ പറ്റില്ല, കാരണം ഒരു പാരൻസ് മീറ്റിംഗ് ആണല്ലോ. ഞാൻ നല്ലൊരു ഫോർമൽ ഡ്രസ്സുമായിട്ട് സ്കൂളിൽ പോയിട്ട് എനിക്കറിയില്ല എവിടെയാണ് ഈ മീറ്റിംഗ് നടക്കുന്നത്. ഞാനിങ്ങനെ ക്ലാസ് ഇങ്ങനെ നോക്കിക്കൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് PT സർ ചന്തിക്കും അച്ചരടി. കാരണം ഞാൻ ഇട്ടുകൊണ്ടിരുന്ന ഡ്രസ്സ് +1 യൂണിഫോം ആയിരുന്നു. 2 മണിക്ക് മീറ്റിങ്ങിന് പോയ ഞാൻ സ്പെഷ്യൽ ക്ലാസ്സും കഴിഞ്ഞ് 5 മണിക്കാണ് വീട്ടിൽ പോയത്. എൻ്റെ ഒരു കൂട്ടുകാരൻ ബേജാറിൽ അവിടെ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, നീ എന്താടാ ഇങ്ങനെ ബേജാറിലിരുന്നിന്? അപ്പോൾ ഓൻ പറഞ്ഞ്, എടാ എൻ്റെ കോയിനെ കാണുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ചു, കോയിനെ കാണാത്തതിനോടാ നീ ഇങ്ങനെ ബേജാറ്? എൻ്റെ പെണ്ണ് തേച്ചിട്ട് പോയില്ല, 5 വർഷം പ്രണയിച്ച പെണ്ണ് തേച്ചിട്ട് പോയിട്ട് ഞാൻ ഇത്ര ബേജാറായിട്ടാണ്. അപ്പോൾ എന്നോട് പറയാം, നിൻ്റെ പെണ്ണ് മുട്ടയിടും.
വീണ്ടും സമയം ബാക്കിയുണ്ട്. എന്തായാലും അടുത്ത ആളിലേക്ക് പോവുകയാണ് മെൽവിൻ. ഞാൻ അടുത്തായി എൻ്റെ പരിചയപ്പെടുത്തുന്ന എൻ്റെ ഒരു സുഹൃത്തിനെയാണ്. അവൻ്റെ പേര് ശാന്തകുമാർ. പക്ഷെ ഇവൻ്റെ ഈ സ്വഭാവമായിട്ട് ഇവൻ്റെ പേരിനൊരു മാച്ചും ഇല്ല. കാരണം ഇവന് ക്ഷമയെന്ന് പറഞ്ഞ സാധനമില്ല. ഇവൻ്റെ അമ്മ ഇവനെ പ്രസവിച്ചത് 8-ാം മാസത്തിലാണ്. കാരണം 10 മാസം നമ്മുടെ വയറ്റിൽ കിടക്കാനുള്ള ക്ഷമയില്ലായിരുന്നു. അപ്പോൾ ഇവൻ്റെ ഈ സ്വഭാവം കാരണം അപ്പോൾ ഇവന് സ്കൂളിൽ പഠിക്കുമ്പോഴാണെങ്കിലും 8-ാം ക്ലാസ് വെച്ചും പഠിത്തം നിർത്തി. അത് 10-ാം ക്ലാസ് വരെ പഠിക്കാനുള്ള ക്ഷമയില്ലാത്തതുകൊണ്ടല്ല, അവന് ബുദ്ധിയില്ലായിരുന്നു. പിന്നെ ഇവൻ്റെ ഈ ക്ഷമയില്ലാ സ്വഭാവം കാരണം ആരും ഇവനെ പണിക്ക് വിളിക്കില്ല. കാരണം ചെല്ലണ പണിയെല്ലാം ധൃതി പിടിച്ച് അലങ്കോലാക്കി വെക്കും. അപ്പോൾ ഇവൻ്റെ ഈ സ്വഭാവം കൊണ്ട് ഇവൻ്റെ അപ്പനെ ആകെ വിഷമമായി. ഇവൻ പണിക്കും പോവാതെ പഠിപ്പുമില്ല. അപ്പോൾ അപ്പനൊരു ബുദ്ധി ചെയ്തു. എൻ്റെ അച്ഛനോടത്തേ ഇവന് ക്ഷമ ഉണ്ടാക്കാനൊരു ബുദ്ധി ചെയ്തു. ഇവന് ഒരു ദിവസം രാവിലെ അച്ഛൻ ഒരു ചൂണ്ട എടുത്തോട്ട് തോന്നി, നീ ഫോട്ടോജി ബീച്ചിൽ പോയി ചൂണ്ടിയിട്ട് കറിക്കുള്ള മീൻ പിടിച്ചിട്ട് ഇങ്ങോട്ട് പോയി അറിയാൻ മതിയെന്ന്. അപ്പോൾ കടലിൽ പോയി മീൻ പിടിക്കാമെന്ന് ഇത്തിരി ക്ഷമ ആവശ്യമുള്ള കാര്യമാണ്. അങ്ങനെ ശാന്തകുമാർ രാവിലെ പോയിട്ട് ഒരു ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്കും ശാന്തകുമാർ വീട്ടിലേക്ക് വന്നെ. അപ്പോൾ ഒരു കയ്യിൽ ചൂണ്ടയും ഒരു കയ്യിൽ സഞ്ചിയുണ്ട്. ശാന്തകുമാർ വന്നിട്ട് അപ്പോൾ അച്ഛന് സന്തോഷമായി, എന്തോ കിട്ടിയിട്ടുണ്ട്. അവന് അച്ഛാ എന്നാ ഞാൻ ചൂണ്ടിയിട്ടൊരു ചൂരിനെ പിടിച്ചിട്ടുണ്ട്, കൊണ്ട് കറി വെക്ക്. അപ്പോഴത്തേക്കും അച്ഛന് സന്തോഷമായി. അച്ഛൻ കേട്ട് തുറന്നു നോക്കിയപ്പോഴത്തേക്കും അച്ഛൻ്റെ മുഖമായിട്ട് മാറി. അച്ഛൻ പറഞ്ഞു, എടാ പലരും ഞാൻ ചൂണ്ടിട്ട് പിടിക്കുന്നുണ്ട്, ചൂണ്ടിട്ടിട്ട് കറക്റ്റ് ചൂരയുടെ 1 കിലോത്തിൻ്റെ പീസ് കട്ട് ചെയ്ത് പിടിക്കുന്നവർക്ക് ആദ്യമായിട്ട് കാണുന്നത്. കാരണം ശാന്തകുമാറിന് ചൂണ്ടുള്ള ക്ഷമയില്ലായിരുന്നു. അവൻ തൊട്ടടുത്ത മാർക്കറ്റിൽ നിന്ന് പോയിട്ട് മീൻ മേടിച്ചിട്ട് വന്നത്. പക്ഷേ മേടിച്ച് മീൻ ഇതായിപ്പോയി. അപ്പോൾ ഈ ശാന്തകുമാറിന് എങ്ങനെയെങ്കിലും ഈ സ്വഭാവം മാറ്റിയെടുക്കാൻ വേണ്ടി ഒരു ദിവസം എന്നെ സമീപിച്ചു. ഞാൻ പറഞ്ഞടാ, യൂട്യൂബിൽ ഒരുപാട് മോട്ടിവേഷണൽ വീഡിയോസ് ഉണ്ട്, നീ അതൊന്ന് കണ്ടു നോക്ക്, ചിലപ്പോൾ അത് കാണുമ്പോൾ എനിക്ക് ക്ഷമ എങ്ങനെ വരുത്തിയെടുക്കാനുള്ള വീഡിയോ ലിങ്ക് അയച്ചാൽ നീ കണ്ടോന്ന് തോന്നി. പക്ഷേ ഇവൻ 2 ദിവസം ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ എടാ ആ വീഡിയോ കണ്ടില്ലേ? എന്താ എടാ, ഒരു വീഡിയോ 18 മിനിറ്റും പിന്നെ 22 മിനിറ്റും കണ്ടു, എനിക്കത് കാണാൻ ക്ഷമയില്ല. പിന്നീട് അപ്പോൾ നാട്ടുകാർ പറഞ്ഞ് ശാന്തകുമാറിനെ നമുക്കൊരു പെണ്ണ് കെട്ടിക്കാം. അപ്പോൾ അവന് പതുക്കെ ക്ഷമയൊക്കെ വരും. അങ്ങനെ ശാന്തകുമാറിനായിട്ടൊരു പെണ്ണ് കണ്ട്, പെണ്ണിനെ ശാന്തകുമാർ ഇഷ്ടപ്പെട്ടു, പെണ്ണിന് അവനെ ഇഷ്ടപ്പെട്ടു. പക്ഷെ എൻ്റെ വീട്ടുകാർ ഡിമാൻഡ് പറഞ്ഞു, ഒരു 6 മാസത്തെ ഗ്യാപ്പ് വേണം, കാരണം പെണ്ണിൻ്റെ പഠിപ്പൊക്കെ തീരണം. ഓക്കെ എന്ന് പറഞ്ഞു. പക്ഷേ 2 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും ശാന്തകുമാറിൻ്റെ ക്ഷമ പോയി. ശാന്തകുമാർ കല്യാണം ഉറപ്പിച്ച പെണ്ണെ കൊണ്ട് ഒളിച്ചോടിപ്പോൾ രജിസ്റ്റർ മാരേജ് ചെയ്തു. ഇപ്പോൾ നാട്ടുകാരൊക്കെ പറഞ്ഞാൽ അവന് ക്ഷമ വന്നിട്ടുണ്ട്, അവന് കല്യാണം കഴിഞ്ഞപ്പോൾ ക്ഷമ വന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ വിശ്വസിക്കില്ല. കാരണം കല്യാണം കഴിഞ്ഞ് 2 വർഷമായിട്ടുള്ളൂ, 4 പിള്ളേരവന്. ആ കാലത്തൊരു ക്ഷമയും കാണിച്ചില്ല. രണ്ടുപേരും മത്സരിച്ചെങ്കിലും ആസിഫ് നമ്മുടെ സമയം ഒരു 2:30 എന്നുള്ള സമയം അത് ഫുള്ളാക്കിയില്ല. 2 പ്രാവശ്യവും ഫുള്ളാക്കാൻ പറ്റിയില്ല. അങ്ങനെ പകുതിക്ക് വെച്ച് നിർത്തിക്കളയുന്ന ഒരു ഇതായിരുന്നു. മെൽവിൻ്റെ തമാശ കഥകൾ നല്ല രസമുണ്ടായിരുന്നു. എല്ലാം പോയിൻ്റാണ്, കറക്റ്റായിട്ട് അത് പറയാൻ പറ്റിയെന്നുള്ളതാണ്. ശാന്തകുമാറിൻ്റെ ക്ഷമ അടിപൊളിയായിട്ടുണ്ടാ കഥകൾ, ഒരു കോർത്തിണക്കി ഒരു 3-4 ക്ഷമയുടെ കഥകൾ പറഞ്ഞത് നന്നായിരുന്നു. ആസിഫ് എനിക്ക് ആദ്യം പറഞ്ഞതിന് എനിക്ക് ഇപ്പോഴും ഒരു കൺഫ്യൂഷൻ ഉണ്ട്. മലയാളം പോലും ഇംഗ്ലീഷിലാണ് പഠിപ്പിക്കണേന്ന് പറയാൻ എന്താ? അത് സ്കൂള് മലയാളം പോലും ഇംഗ്ലീഷിലാണ് പഠിപ്പിക്കണേ. വല്ലാത്തൊരു എന്തായാലും രണ്ടുപേരും നന്നായി. മെൽവിൻ്റെ കുറച്ചുകൂടി നല്ല തമാശകളായിരുന്നു. താങ്ക് യു ധർമ്മേട്ട. രമേശ് ഏട്ടാ, രണ്ടുപേരും നല്ലതായിരുന്നു. ഈ ആസിഫ് പറഞ്ഞ തമാശകൾ നമ്മളൊരു പേപ്പറിൽ എഴുതിയിട്ട് വായിച്ചാൽ നമ്മൾ ചിരിക്കൂല. ആസിഫ് തന്നെ പറയണം. നമ്മളുടെ വീഡിയോസ് പലതും വൈറലാവുന്ന കൂട്ടത്തിൽ ഇപ്പം കേശവബാമൻ്റെ കാക്കമ്മയുടെ പാട്ട് വൈറലായി. എനിക്ക് തോന്നുന്നു ആദ്യം വൈറലായ ഒരു കഷ്ണം ആസിഫിൻ്റെ പ്രകടനമാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ടത് ആസിഫിൻ്റെ ഒരു കഷ്ണമാണ്. ആസിഫ് കാസർഗോഡ് ഭാഗങ്ങളിൽ ഒരു സ്റ്റാറായി എന്ന് കേട്ടതുള്ളതാണോ ആസിഫെ? തീർച്ചയായും. ആസിഫിൻ്റെ തമാശകൾ നല്ലതായിരുന്നു. മെൽവിൻ കുറേ തമാശകൾ പറഞ്ഞു. മെൽവിൻ ആ 2.5 മിനിറ്റിനകത്തുനിന്ന് 1 സെക്കൻഡ് പോലും, പണ്ട് സൈക്കിൾ വാടകയ്ക്ക് എടുക്കുമ്പോൾ നമ്മൾ ചവിട്ടുമല്ലോ, 1 മണിക്കൂറിന് 59 മിനിറ്റ് 59ാമത്തെ സെക്കൻഡ് കടയ്ക്ക് ഒരു റൗണ്ടും കൂടെ വെച്ചിട്ട് തിരിച്ചു കൊടുക്കുന്നത്, അതുപോലെ സമയം ഉപയോഗിച്ചു ആസിഫ്. സമയം 30 സെക്കൻഡ്, എല്ലാം കൂടെ 1 മിനിറ്റ് ബാക്കി വെച്ചു. ആ 1 മിനിറ്റ് തന്നെ 1/2 മിനിറ്റ് കൊണ്ട് പറയേണ്ട കാര്യം ആസിഫ് ഞാൻ ഒരിക്കല് പോയി അപ്പോൾ എന്ന് പറഞ്ഞ ഓരോ വാക്ക് ആസിഫ് പറയുന്നത്, എന്നിട്ടാണ് എത്തിച്ചത്. രണ്ടുപേരുടെയും പ്രകടനം വളരെ നല്ലതായിരുന്നു. എങ്കിലും നമുക്കൊരു വിജയിയെ, നമ്മൾ തമാശയുടെ എണ്ണമാണ് നോക്കുന്നത്. ഒറ്റക്കൊറ്റക്ക് മത്സരിക്കുമ്പം വലിയ പ്രകടനമാണ് ആസിഫ് കാണിച്ചെങ്കിൽ എനിക്ക് ഇന്ന് ഈ 2 പേരുടെ പ്രകടനത്തിൽ കുറച്ചുകൂടെ നന്നായിട്ട് തോന്നിയത് മെൽവിനാണ്. അതുകൊണ്ട് മെൽവിന് നമ്മൾ വിജയിയായിട്ട് പ്രഖ്യാപിക്കുകയാണ്. 2 പേർക്കുള്ള ക്യാഷ് പ്രൈസ് കൊടുക്കുവാനായിട്ട് ഞാൻ രമേശ് ഏട്ടനെയും ധർമ്മേട്ടനെയും സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. പ്ലീസ്.
മറ്റൊരു എപ്പിസോഡുകൂടെ ഇവിടെ അവസാനിക്കുകയാണ്. പലപ്പോഴും ആദ്യം ഞാനും ധർമ്മനും ഒന്നിച്ച് കാണുമ്പോൾ പലരും ഞങ്ങളുടെ പ്രോഗ്രാമുകളെ കുറിച്ച് സംസാരിക്കുമായിരുന്നു. ആരോഗ്യപരമായ നിർദ്ദേശങ്ങൾ പരിപാടികളെക്കുറിച്ച് തരുമായിരുന്നു. പിന്നീട് ഞങ്ങളുടെ സിനിമാ വിശേഷങ്ങൾ ചോദിച്ചു. പിന്നീട് ഞങ്ങളുടെ കുടുംബ വിശേഷങ്ങൾ ചോദിച്ചു തുടങ്ങി. ഇന്ന് വലിയ സന്തോഷം തോന്നുന്ന ഒരു കാര്യം, ഞങ്ങളെ എവിടെ കാണുമ്പോഴും പലരും ചോദിക്കുന്ന ചോദ്യങ്ങളിലൊന്ന് ഞങ്ങളുടെ സൗഹൃദത്തിനെ കുറിച്ചായി. അതിൽ കല മാറി, ഞങ്ങളുടെ വ്യക്തിപരമായ സ്വഭാവങ്ങളെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ മാറി. എല്ലാവരും ചോദിക്കുന്നത് എങ്ങനെയാണ് സൗഹൃദം നിലനിർത്തിയത്, എന്തായിരുന്നു ഈ സൗഹൃദത്തിൻ്റെ പിന്നിലുള്ള രഹസ്യം എന്നൊക്കെയാണ്. വലിയ രഹസ്യങ്ങളൊന്നും ഇല്ലാത്ത, അല്ലെങ്കിൽ മനുഷ്യന് വലിയ പാടുള്ള കാര്യങ്ങളൊന്നും അല്ലാത്ത ഒരു കാര്യമാണ് നല്ല സൗഹൃദങ്ങൾ നിലനിർത്തുക എന്ന് പറയുന്നത്. ഇതുപോലൊരു പരിപാടി ഇവിടെ സംഘടിപ്പിക്കപ്പെടുമ്പോൾ ഒരുപാട് കലാകാരന്മാർ കേരളത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും വന്ന് ഇവിടെ ഒത്തൊരുമിച്ച് സുഹൃത്തുക്കളായി ഒന്നിച്ച് തമാശകൾ പങ്കുവെച്ച് പറഞ്ഞ് ചിരിച്ച് രസകരമായ മത്സരങ്ങളിലൂടെ കടന്നുപോയിട്ടാണ് ഓരോ എപ്പിസോഡും മുന്നിലേക്ക് പോകുന്നത്. പ്രേക്ഷകരും ഞങ്ങളുമായിട്ട് ഇപ്പോൾ ഒരു സൗഹൃദം ഉണ്ടായിരിക്കുകയാണ്. അങ്ങനെ ഒരുപാട് സൗഹൃദങ്ങൾ നിറഞ്ഞ് പൂത്തുലയുന്ന നല്ല ദിവസങ്ങൾ എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മറ്റൊരു എപ്പിസോഡ് കൂടെ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നന്ദി.